ഹായ് മക്കളെ, നമ്മൾ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്, സർക്കിൾസ്. അരിത്തമെറ്റിക് സീക്വൻസിനെ കാട്ടി വളരെ സിമ്പിളായ ഒരു 6-7 മാർക്കിന് വീക്കേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ കുറച്ച് കൺസെപ്റ്റുകളേ ഉള്ളൂ. പടം വരയ്ക്കാനുണ്ട്. പടം വരയ്ക്കാൻ മസ്റ്റായിട്ട് ഒരു 4 മാർക്ക് 5 മാർക്കിന് പടം വരയ്ക്കാനൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ പറയാം. അപ്പോ സർക്കിള്, സെന്റർ, റേഡിയസ്, ഡയമീറ്റർ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പഠിച്ചതാണ്. സോ അതൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. റേഡിയസ് എന്താണെന്നും ഡയമീറ്റർ എന്താണെന്നും അവർ തമ്മിലുള്ള ബന്ധം, റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ, അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമായി പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു സർക്കിള് ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ അത് 2 സർക്കിളുകളായി. ഈ ഡയമീറ്ററിൽ നിന്നും സർക്കിളില് എവിടെ നമ്മൾ ഒരു ആംഗിൾ വരച്ചാൽ ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് കൺസെപ്റ്റ്. ആദ്യത്തെ ഒരു എക്സസൈസിലെ കുറച്ച് പ്രോബ്ലങ്ങളും നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു സെമി സർക്കിൾ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സർക്കിള് സെമി സർക്കിളായി ഇവിടെ നിന്നുണ്ട്. സർക്കിളിന്റെ അകത്ത് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90-നെക്കാട്ടി കൂടുതൽ. ഓൺ ദി സർക്കിൾ, സർക്കിളിൽ വരുന്ന ആംഗിൾ 90, സർക്കിളിൽ പുറത്ത് വരുന്ന ആംഗിൾ 90-നെക്കാട്ടി കുറവും ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കൺസെപ്റ്റ്, ഒരു സർക്കിൾ നമ്മളോട് ഒരു സെക്ടർ വരയ്ക്കുന്നു. അപ്പൊ ഇതൊരു ആർക്കായി, ഇതൊരു സപ്ലിമെന്ററി ആയി. അപ്പോ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? സപ്പോസ് ഇവിടുത്തെ ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറകിൽ വരുന്ന ആംഗിളിലെ ആർക്ക് എന്ന് പറയുന്നത്, ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ പകുതിയായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് x/2, ഇത് 30 ആണെങ്കിൽ ഇത് 15, ഇത് 40 ആണെങ്കിൽ ഇത് 20. നേരെ തിരിച്ച് ഇവിടെ വരുന്ന ആംഗിൾ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 40, ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 50. ഇതാണ് ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ കൺസെപ്റ്റ്. നാലാമത്തെ കൺസെപ്റ്റായിട്ട്, ഒരു സർക്കിൾ, ആ സർക്കിളിനകത്ത് നമുക്കൊരു കോട്ടിലാട്ട് വരയ്ക്കുന്നുണ്ട്. ആ കോട്ടിലാട്ടിന്റെ 4 വെർട്ടെക്സുകളും ആ സർക്കിൾ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കോട്ടിലാട്ട് വിളിക്കുന്ന പേരാണ് സൈക്ലിക് കോട്ടിലാട്സ് എന്ന് വിളിക്കും. മലയാളത്തിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയും, ചക്രീയ ചതുർഭുജം. അപ്പോ ഒരു സൈക്ലിക് കോട്ടിലാട്ടിന്റെ ഓപ്പോസിറ്റ് ആംഗിളുടെ സം എന്ന് പറയുന്നത്, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഒരു കോട്ടിലാട്ട് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി, 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രോബ്ലംസിലേക്ക് പോകാം. ഒരു കൺസെപ്റ്റ് കൂടി, ഒരു സർക്കിള്, പിന്നെ ഞാൻ റേഡിയസ് അല്ല വേറൊരു കോണാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ സർക്കിൾ 2 പാർട്ടായി. ഇനി ഇവിടെ എവിടെ ഒരു ആംഗിൾ വരച്ചാലും ആംഗിൾ എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ വരുന്ന ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇവരും എല്ലാവരും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. താഴത്തോട്ട് വരുന്ന ആംഗിൾ ഇത് വൈ ആണെങ്കിൽ ഇവിടെ വരുന്നവരെല്ലാം എന്ത് തന്നെ ആയിരിക്കും, വൈ തന്നെ ആയിരിക്കും. സോ ഈ x+y എന്ന് പറയുന്ന ആളെ എപ്പോഴും എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ആദ്യ സെക്ഷനിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഒരു സർക്കിൾ, അതിനകത്ത് 2 കോഡുകൾ, എങ്ങനെയെങ്കിലും പോകുന്ന 2 കോഡുകൾ, ABCD, ഈ 2 കോഡുകൾ പിയിലുള്ള കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവർ റിലേഷൻ എന്ന് പറയുന്നത് PA × PB, PA × PB = PC × PD, PC × PD. ഇത് അടുത്തൊരു പോയി. ഇനി ഇത് ഇക്വേഷൻ നമുക്ക് വേറെ രീതി കൂടി പഠിക്കണം. ഒരു സർക്കിള്, അതിന്റെ ഡയമീറ്റർ. അപ്പൊ ഈ കോഡിന് പകരം ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്, കോഡ് തന്നെയാണ്. രണ്ടാമത്തെ കോഡ് ആ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കോഡ്, ആ കോഡ് ഈ ഡയമീറ്റർ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. സോ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. നമുക്ക് നേരത്തെ ഇതുപോലെ എഴുതാം, ABCD, ഈ പോയിന്റ് P. ഈ എഴുതിയ റൂൾ ഇവിടെ അതേപോലെ എഴുതാം. എങ്ങനെ എഴുതാം, PA × PB = PC × PD. ഇനി ഈ പറഞ്ഞ നമുക്ക് മനസ്സിലാവും, PC യും PD യും എന്താണ്, ഈക്വൽ ആണ്. PC = ആരാണ്, P
പി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി ഇൻറ്റു ഈ പി ഡിക്ക് വരും ഞാൻ ആരെ തന്നെ കൊടുത്ത് പി സി തന്നെ കൊടുത്തു. അങ്ങനെ പി സി ഇൻറ്റു പി സി ആരാ പി സി സ്ക്വയർ. സോ പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി സ്ക്വയർ. നമ്മൾ പടം വരയ്ക്കാൻ വേണ്ടി ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ പടമൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പ്രോബ്ലംസിലേക്ക് പോകാം.